വീണ്ടും ഇന്ന് ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരും ഞങ്ങൾ ഇന്ന് കലക്ടറെ കാണാൻ പോയിരുന്നു. ജനങ്ങളുടെ ആശങ്കയാണ്. തലപ്പാടിയിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡയാലിസിസിന്, ഹൃദ്രോഗത്തിന്, ക്യാൻസറായ ആളുകളൊക്കെ പോകുമ്പോൾ അവർക്ക് 2 വട്ടം ടോൾ കൊടുക്കുന്ന ആ സങ്കടം പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയമാണ്. ജനപക്ഷത്ത് നിൽക്കേണ്ട കാസർഗോഡ് ജില്ലാ കലക്ടറോട് ഇത് പറഞ്ഞപ്പോൾ കലക്ടർ ഇന്ന് സംസാരിച്ചത് NHന് അനുകൂലമായിട്ടുള്ളൊരു സംസാരമാണ് കലക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി തർക്കിക്കുകയും ഞങ്ങൾ ശക്തമായി കലക്ടറുടെ മുമ്പിൽ ഒരു കാരണവശാലും ആരിക്കാടിയിൽ ടോൾ തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഞങ്ങളുടെ ഇതുവരെ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തർക്കിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു MLA എന്ന നിലക്ക് പോലും ആ MLAക്ക് നൽകേണ്ട ഒരു റെസ്പെക്ട് പോലും, ഞാനിവിടെ 10-15 വർഷം ജനപ്രതിനിധിയായ ഒരാളാണ്. ഇവിടെ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, CPMൻ്റെ ഏരിയ സെക്രട്ടറി ഉണ്ട്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. എല്ലാവരുള്ള ഞങ്ങളുടെ ടീമിന് സാമാന്യമായി നൽകേണ്ട ഒരു മര്യാദ പോലും നൽകാതെ അദ്ദേഹം അപമാനിച്ച രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. തീർച്ചയായും അത് ഞങ്ങൾ ബന്ധപ്പെട്ട CMനും ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുക്കും. ടോളിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കോടതിയിൽ കേസുണ്ട്. അവസാനമായി കോടതി NHനോട് ചോദിച്ചത് ടോൾ പിരിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കോടതി അവസാനം ഈ കേസ്